അങ്ങനൊന്നും പറയുന്നത് ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഏത് ചാനൽ അത് പറയാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ 1000 തവണ ചോദിക്കുന്നു, ഏത് ചാനൽ റിപ്പോർട്ടറാ താങ്കളോട് പറഞ്ഞത്? നിങ്ങൾ അല്ല എന്നോട് പറയണ്ട, കേൾക്കുന്ന പ്രേക്ഷകരോട് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരോട് പറഞ്ഞാൽ മതി. താങ്കൾക്ക് മറുപടി പ്രേക്ഷകരോട് തന്നെ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടില്ലേ? ഏത് ചാനൽ? നിങ്ങൾ തുടക്കത്തിൽ എന്നാ പറഞ്ഞേ? യൂത്ത് ഏത് ചാനൽ? കേട്ടില്ല. ചാനലിന്റെ പേര് കേട്ടില്ല. ചാനലിന്റെ പേര് കേട്ടില്ല. ഇവിടുത്തെ ആങ്കർ വേണുവാണോ അതോ ചാനലിന്റെ പേര് വേണു ബാലകൃഷ്ണനോട് പറയേ. ശ്രീ റജി ലൂക്കോസ്, അല്ലല്ല, ഇവിടെ ആങ്കർ ആര് ഗസ്റ്റ് ആര് എന്ന തർക്കമല്ല നടക്കുന്നത്. അല്ലല്ല റജി ലൂക്കോസ്, ആങ്കർ ആര് ഗസ്റ്റ് ആര് എന്ന തർക്കമല്ല ഇവിടെ നടക്കുന്നത്. അങ്ങ് പറഞ്ഞൊരു കാര്യം, MSFന്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രതിനിധി അത് ഖണ്ഡിക്കുന്നു. അല്ലല്ല, അത് ഖണ്ഡിക്കുന്നു. അപ്പോ അതിന് മതിയായ വിശദീകരണം നൽകണം ശ്രീ റജി ലൂക്കോസ്. ഇത് സംവാദമല്ലേ? ആര് ആങ്കർ ആര് ഗസ്റ്റ് എന്നുള്ള തർക്കമല്ല ഇവിടെ നടക്കുന്നത്. അതിന്റെ വിഷ്വൽസ് വേണുവിനെ അയച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ എടുത്ത് മറ്റൊരു ചാനലിന്റെ പേര് പറയാൻ എന്നെ കൊണ്ട് സൗകര്യമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റൊരു ചാനലിന്റെ പേര് പറയുന്നത്. ഭാഗം കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ ഇത് ഇടപെട്ടോണ്ടിരിക്കുന്നത്. വേണു ഇതിനകത്ത് ഇടപെട്ടോണ്ടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞു, ഇത് ലോകം കേട്ടോണ്ടിരിക്കുന്നല്ലേ? ഇത് മര്യാദയാണോ ഇത്? അല്ല, അത് പറയൂ. ഞാൻ ഈ പറയുന്ന ലോകം മുഴുവൻ കേട്ടതല്ലേ രാവിലെ ഉച്ചയ്ക്ക് ഈ കണ്ണൂരെടുത്ത സംഭവങ്ങള്. ആ ചാനലിന്റെ പേര് നവാസ് പറഞ്ഞു. ചാനലിന്റെ പേരങ്ങ് പറഞ്ഞേക്ക്, പ്രശ്നം തീർന്നു. എന്റെ പൊന്നു സഹോദരൻ, ഞാനിത് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. ചാനലിന്റെ പേരങ്ങ് എനിക്ക് സൗകര്യമില്ല. താങ്കളോട് ഞാൻ വേണുവിന് അയച്ചു കൊടുത്തോളാം. താങ്കൾ തന്നെ വേണുവിനെ എടുത്ത് മേടിച്ചു. അല്ല, താങ്കൾ പറഞ്ഞു നുണ. ഞാൻ സൗകര്യമില്ലാത്ത കാര്യം പറയാൻ സംഭവിച്ചിട്ടുണ്ടോ? പറയാനുള്ള ആർജവല്ലെങ്കിൽ ആർജവത്തോടുകൂടി സംസാരിക്കാൻ അനുഭവിക്കാത്ത നിങ്ങളാണ് ആർജവമില്ലാത്തവർ. നിങ്ങളുടെ ആർജവത്തെ കുറിച്ച് ഞാൻ പറയണോ? നിങ്ങൾ ശ്രീ റജി ലൂക്കോസ് അങ്ങ് പറഞ്ഞോളൂ. അങ്ങനെ ഇപ്പൊ ഈ ആയുധവുമായി വന്ന ഒരു സെക്കൻഡ്, ശ്രീ റജി ലൂക്കോസ്, ആയുധവുമായി വന്ന വാഹനം എന്നത് ആരോപണമാണ് എന്ന് പറഞ്ഞു. ശരി, ആരോപണം എന്ന രൂപത്തിൽ അങ്ങ് പറഞ്ഞതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കേൾക്കൂ. അല്ല, അത് വസ്തുതാപരമായ കാര്യമല്ലേ? ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ, അത് അന്വേഷിക്കണം എന്നുള്ള പറഞ്ഞല്ലോ. പിന്നെ ഇവരെന്തിനാണ് വോട്ട് രേഖപ്പെടുത്തി പുറത്തു വന്നതിന് ശേഷം SFI ആക്രമണം ഉണ്ടായത്, പോലീസുകാരെ മർദ്ദിച്ചത്, SFI പിള്ളേരെ ഹോസ്പിറ്റലാക്കിയത്, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചത്, അടിയടാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയെന്ന് താഴെ നിലത്ത് ചാടിയിട്ട് അടിക്കാനായിട്ട് ഒരു പ്രേരണ കൊടുത്ത ഈ നവാസ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ജയിക്കുന്ന പൂർണ്ണ ബോധ്യങ്ങളെടുത്ത് നിങ്ങൾ എന്തിനടുത്ത് വേണം വെച്ചത്? നിങ്ങൾക്ക് ഇപ്പോൾ 3 സീറ്റ് കിട്ടിയില്ലേ? ഞങ്ങളവിടെ തടഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങളുടെ പിള്ളേർ അവിടെ തടഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുമായിരുന്നോ? നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നതിന് ശേഷമല്ലേ ഒരു വണ്ടി അവിടെ കിടക്കണു. നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നവർ, അവരെ ഞാൻ മറ്റൊരു ഭാഷത്തിലൊന്നും വിശേഷിപ്പിക്കുന്നില്ല. ഇതെല്ലാം നേരിട്ട് കേരളം കണ്ടോണ്ടിരിക്കട്ടെ. എന്നിട്ട് ഈ നവാസ് ഇരുന്നുകൊണ്ട് പറയാ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ തെളിവ് തരുന്നു. ആ തെളിവോടുകൂടെ കേരളത്തിലെ വിഷ്വൽ മീഡിയ മുഴുവനും ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ടതാ ലോകത്തിൽ. ശരി, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലല്ല. ഇപ്പൊ അങ്ങേക്ക് മറ്റേതെങ്കിലും ഒരു ചാനലിന്റെ പേര് പറയാനുള്ള സങ്കോചമുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ശ്രീ റജി.